എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇതാ കണ്ട വെള്ളം കയറി കിടക്കണം. എൻ്റെ വീടിൻ്റെ മുറ്റാണ്, പാടത്തിൻ്റെ ഏരിയയാണ്. പക്ഷേ ഈ വെള്ളം കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങിപ്പോയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ നമ്മുടെ ചെടികളും ബാക്കിയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളൊക്കെ മഞ്ഞ കളറായിട്ടും ഒക്കെ കാണുന്നുണ്ട്. എന്താ ചെയ്യല്ലേ, എല്ലാ വളങ്ങളും വെള്ളം പോന്ന് തിരിച്ചു കൊണ്ട് പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകും. ഇതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൃഷിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വെള്ളമല്ല, ഈർപ്പമാണ്. വെള്ളത്തിൻ്റെ ഈർപ്പമാണ്. എല്ലാവരും കുറേ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവയ്ക്കും. അതല്ല വേണ്ടത്, വെള്ളത്തിൻ്റെ ഈർപ്പമാണ് വേണ്ടത്. ഇപ്പോൾ ചെടിയിലിപ്പോൾ നമ്മളിപ്പോൾ ചെടികളൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അല്ലെങ്കിൽ കപ്പിൽ വെള്ളം കൊണ്ട് അതിന് കുറച്ച് ശകലം വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ വെള്ളത്തിൽ കണ്ടോ ഒരു മണ്ണിര കിടക്കുന്നുണ്ടോ? നമ്മളെ പ്രധാനപ്പെട്ട മണ്ണിലെ ഒഴുകുന്ന കർഷകനാണ് ഇതാക്കി എടുക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നുന്ന ഒരു ഇതാണ് അത്. നമ്മൾ ഇതുവരെ സംരക്ഷിക്കാൻ പല മാർഗ്ഗങ്ങളും നമുക്കുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം, പണ്ട് പറമ്പുകളിലൊക്കെ പൊലി കൂട്ടുക എന്ന് പറയും. അത് മണ്ണ് കൂമ്പാന പോലെ വെക്കും. അപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് അത് തട്ടും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അത് അങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം മണ്ണിരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ മണ്ണ് നമ്മൾ കളിക്കുന്നതിനോടൊപ്പം തന്നെ അത് തട്ടുമ്പോൾ മണ്ണ് ഇങ്ങനെ മറിഞ്ഞ് വരും. എപ്പോഴും ഫലപുഷ്ടമായി കിടക്കും. അപ്പോൾ ഈ മണ്ണിരെ നമ്മൾ സംരക്ഷിക്കാൻ അതിന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഇതെങ്ങനെ സംരക്ഷിക്കുന്നത് വെച്ചാൽ, വെള്ളം വരുമ്പോൾ അടിഭാഗത്ത് വെള്ളം ഉണ്ടാവും. ഈ മണ്ണിൻ്റെ ഏറ്റവും ഈ പൊലി കൂട്ടുന്നുണ്ടല്ലോ, കൂമ്പാരം പോലെ, അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു വന്ന് കിടക്കും. ജസ്റ്റ് ഒന്ന് അങ്ങനെ വരുമ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് മണ്ണും മുകൾ ഭാഗത്തെ മണ്ണും ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു കാണാൻ പറ്റും. ഇവരങ്ങനെ കൂട്ടത്തോടെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളം പോകുന്നതിനനുസരിച്ച് അത് താഴത്തേക്ക് വന്ന് വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവും. ഇത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയിട്ട് ഞാനിപ്പോൾ ഇട്ടതാണ്. ഇനി അടുത്ത കൊല്ലം ദൈവം സഹായിച്ചിട്ട് ശരിയാവുകയാണെങ്കിലൊക്കെ പൊലി കൂട്ടണം. നമ്മുടെ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കണം. നന്ദി, നമസ്തേ.